നമുക്ക് കുറച്ച് ഓറഞ്ച് അച്ചാറിട്ടാലോ? ആവശ്യത്തിന് എണ്ണ ഒഴിച്ചിട്ടുണ്ട്. അത് ചൂടായിട്ട് ഇഞ്ചി, കറിവേപ്പില, പച്ചമുളക്, വെളുത്തുള്ളി, ഓറഞ്ച് അരിഞ്ഞ് വെച്ചിട്ടുണ്ട്. ചെറുതായിട്ട് അരിഞ്ഞതാണ്. ഓറഞ്ച്, ഉലുവാപ്പൊടി, കായപ്പൊടി, ഉപ്പ്, പഞ്ചസാര, വിനാഗിരി. നമുക്കിനി ഓരോന്നോരോന്ന് വറുത്ത് കോരാം. ഓക്കെ. വെളുത്തുള്ളി വറുത്ത് കോരി ഇനി നമുക്ക് ഇഞ്ചി വറുക്കാം. അത് മൂക്കട്ടെ. ഇഞ്ചി മൂത്ത് അത് കോരി നമുക്ക് വെളുത്തുള്ളി തന്നെ ഇടാം. ഇഞ്ചി കോരി മുളകിടാം. മുളക് മൂത്ത് നമുക്കത് കോരിയെടുക്കാം. ഈ ഓരോന്നോരം ഓരോന്നോരോന്ന് മൂപ്പിച്ചെടുക്കുന്നത് പലതിൻ്റെ മൂപ്പ് പല രീതിയിലാണ്. ഇതാകുമ്പോൾ മൂപ്പ് കറക്റ്റ് കിട്ടും, അച്ചാർ പൂക്കത്തില്ല. അതിന് വേണ്ടിയിട്ടാണ് ഈ ഓരോ ഐറ്റം വെച്ച് വറുത്തെടുക്കുന്നത്. വറുത്തെല്ലാം കൂടെ ഒന്നിച്ച് കോരിയിടാം. അടുത്തത് കറിവേപ്പില ഇടാം. കറിവേപ്പ് മൂത്ത് അത് കോരാം. ഇനി നമുക്ക് കടുകിടാം. ഇനി നമുക്ക് ഓറഞ്ച് ഇടാം. ഓറഞ്ച് വട്ടത്തി അരിഞ്ഞതാണ്. ആവശ്യത്തിന് ഉപ്പിടാം. കായപ്പൊടി ഇടാം. ഇച്ചിരി ഉലുവപ്പൊടി ഇടാം. എല്ലാം നല്ലതുപോലെ ഒന്ന് വഴക്കട്ടെ. നമുക്ക് കുറച്ച് വിനാഗിരി ഒഴിച്ച് കൊടുക്കാം. ഇതെല്ലാം ഓറഞ്ചിലെ വെള്ളമാണ്. നമുക്ക് വറയെല്ലാം കൂടി ഇട്ട് കൊടുക്കാം. നമുക്കിനി സ്റ്റൗ ഓഫാക്കാം. നല്ല കയ്പ്പും നല്ല പുളിപ്പുള്ള ഓറഞ്ചായിരുന്നു. അതിനോട് ഇച്ചിരി പഞ്ചസാരയും കൂടെ ഇട്ടപ്പം കയ്പ്പും പുളിപ്പും എരിവും എല്ലാം കൂടെ നല്ല രസമുള്ളൊരു അച്ചാറാണ്. നിങ്ങളിതെല്ലാവരും ഇട്ട് നോക്കണം കേട്ടോ. ഇതാറുമ്പോൾ നല്ല കട്ടിക്കിരിക്കും. ഇന്ന് നാളത്തടമൊക്കെ കഴിയുമ്പോഴത്തേക്ക് ഇരുന്ന് രുചിയാവും. ഓക്കെ, എല്ലാവരും ഇങ്ങനെ ചെയ്ത് നോക്കണേ. അറിയാത്തവർക്ക് വേണ്ടിയിട്ടാണ് ഇത്. എല്ലാവർക്കും അറിയാത്തവർക്ക് വേണ്ടിയിട്ടാണ് ഇട്ടത്. ഇതെല്ലാവരും ട്രൈ ചെയ്യണേ. സ്റ്റൗ ഓഫാക്കി. ആറുമ്പോൾ നല്ല കട്ടിയാവും.